ഹലോ ഫ്രണ്ട്സ്, അപ്പം ഇന്ന് നമുക്ക് ബ്രെഡിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഈസിയായി കഴിക്കാൻ പറ്റുന്ന ബട്ടർ എഗ് റെസിപ്പി ഒന്ന് നോക്കിയാലോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്, 2 മുട്ട എടുത്തിട്ടുണ്ട്. ഒറ്റ വെട്ടിന് 2 കഷ്ണമായി കിട്ടണം, അല്ലാന്നുണ്ടെങ്കിൽ മുട്ടത്തൊണ്ട് പാത്രത്തിൽ കിടക്കും. ഇനിയിപ്പോൾ പാത്രത്തിൽ വീണാലും സാരമില്ല, അത് പറക്കി കളയാനും കൂടി മറക്കരുത്. അല്ലാന്നുണ്ടെങ്കിൽ മുട്ട ഉണ്ടാക്കി മുട്ട തിന്നുമ്പോൾ മുട്ടത്തൊണ്ട് മുട്ടയുടെ ഉള്ളിൽ കടിക്കുന്നതായിരിക്കും. അതിന് നിൽക്കണ്ടല്ലോ. എന്നിട്ട് നമ്മൾ ഇടിമുളക് അല്ലാന്നുണ്ടെങ്കിൽ കുത്തുമുളക് നമുക്ക് എങ്ങനെ വേണമെങ്കിലും വിളിക്കാം, അത് കുറച്ച് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ കറുത്ത പൊന്നും കൂടി ഇട്ട് കൊടുക്കണം. കുരുമുളകേ ഒരു അലങ്കാരത്തിന് വേണ്ടി പറഞ്ഞതാ, അലങ്കോലായി എന്ന് വിചാരിക്കുന്നു. അത് ലേശം ഇട്ട് കൊടുക്കുക. അതിപ്പോൾ ഇടിച്ചതാണ് എടുത്തത്. നിങ്ങളുടെ കയ്യിൽ പൊടിച്ചതെന്നുണ്ടെങ്കിൽ പൊടിച്ചതെടുക്കാം, സാരമില്ല. പിന്നെ മുട്ടയ്ക്ക് ആവശ്യത്തിന് മാത്രമുള്ള ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. കുറച്ചിട്ടാൽ മതി എന്ന് സാരം. അതിട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കാം. നല്ലോണം ഫ്ലഫി ആയിട്ട് എടുക്കണം എന്നൊന്നുമില്ല. പിന്നെ എൻ്റെ കയ്യിൽ സ്പൂൺ എന്നായത് മാത്രമുള്ള കാരണം കൊണ്ട് അത് വെച്ചിട്ടുള്ള പണികളാണ് ഞാനിവിടെ ചെയ്യുന്നുള്ളൂ. പിന്നെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ മുട്ടയൊന്ന് പൊരിച്ചെടുക്കണം. കുത്തിപ്പൊരിയാണേ, അതായത് നല്ല പൊടിപൊടിയായിട്ട് ഇങ്ങനെ മുട്ട എടുക്കണം. പിന്നെ ഇത് നമ്മുടെ നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും വേണം മുട്ട പൊരിക്കാനായിട്ട്. എന്നിട്ട് മുട്ടയൊക്കെ പൊരിച്ചിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലാക്കിയിട്ട് മാറ്റി വെക്കാം കേട്ടോ. കണ്ടില്ലേ, നല്ല ഭംഗിയിൽ കുത്തിപ്പൊരിയായിട്ട് വന്നിട്ടുണ്ട്. കുത്തിപ്പൊരി തന്നെയല്ലേ പറയാം ആന്ന് വിചാരിക്കുന്നു. അങ്ങനെ മനസ്സിലായില്ലേ കാര്യം. പിന്നെ അതേ പാത്രത്തിലേക്ക് തന്നെ ഇത്തിരി കൂടി കുറച്ച് അധികം ബട്ടർ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മെൽട്ടാക്കിയിട്ട് എടുക്കാം. നമ്മൾ പിന്നെ പൊടിയായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കാം. നേരത്തെ ഇടിമുളക് അല്ലെങ്കിൽ കുത്തുമുളക് അതിട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ കറുത്ത പൊന്ന്, നമ്മുടെ കുരുമുളകില്ലേ, അതും ഇട്ട് കൊടുക്കാം. അതൊന്ന് മിക്സ് ആക്കിയിട്ട് നമ്മൾ അതിലേക്ക് 1 സ്പൂണ് മൈദപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ 4 മുട്ട എടുക്കുന്നുണ്ടെങ്കിൽ 2 സ്പൂൺ എടുക്കാം കേട്ടോ. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ അതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. പാല് പുറത്ത് പോകാണ്ട് സൂക്ഷിച്ച് ഒഴിക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇതേ കണ്ടില്ലേ, എൻ്റെ സ്റ്റൗ ഇപ്പോൾ വൃത്തികേടായി. ഇനി അത് ഞാൻ വൃത്തിയാക്കാൻ നിൽക്കണ്ടേ. ഇരട്ടിപ്പണി കർത്താവേ. അതൊന്ന് കുറുകി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ക്രീമും ചീസും ആഡ് ചെയ്ത് കൊടുക്കണം. ഇതിൽ ക്രീമും ചീസും ഓപ്ഷണലാണ് കേട്ടോ. ഫ്രിഡ്ജിൽ അത് വെറുതെ ഇരിക്കുകയാണെന്ന് കരുതിയിട്ട് ഇപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തതാണ്. എന്നിട്ട് നമ്മൾ അതൊന്ന് മെൽട്ടായിട്ട് വരുമ്പോൾ അതിലേക്ക് കുത്തിപ്പൊരിച്ച് വെച്ചിരിക്കുന്ന മുട്ട ഇട്ട് കൊടുക്കാം. അത് ഈ സമയത്ത് നമ്മുടെ കയ്യിൽ ഒറിഗാനോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിലില്ലാത്ത കാരണം കൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്തു. പിന്നെ നല്ല ഭംഗിയുള്ള പാത്രത്തിൽ സെർവ് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. എൻ്റെ കൊതി കൊണ്ട് ഞാനൊരു പാത്രത്തിലാക്കിയിട്ട് വേഗം തന്നെ ടേസ്റ്റ് ചെയ്തു കേട്ടോ. ആദ്യത്തെ ബൈറ്റിൽ തന്നെ വായ പൊള്ളിയിട്ടുണ്ട്, എന്നാലും അടിപൊളിയായിരുന്നു കേട്ടോ. ബ്രെഡിൻ്റെ കൂടെ ഒക്കെ ഈസി ആയിട്ട് പോവും. എനിക്ക് ഈ ക്രീമി ആയിട്ടുള്ള സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ടേസ്റ്റ് തന്നെയാണ് മോൾക്കും അവൾക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ഇനി പിന്നെ അവനത്ര ഇഷ്ടമൊന്നുമല്ല. പിന്നെ അവൻ്റെ എക്സ്പ്രഷൻ നോക്കൊന്നും വേണ്ട, അവനത്ര ഇഷ്ടമായിട്ടൊന്നുമില്ല. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.